രഞ്ജിത്ത്, ശൈലജ ടീച്ചർ വടകര പിടിക്കുമെന്നാണ് നമ്മുടെ സർവേ. രാഷ്ട്രീയ കാലാവസ്ഥ മാറുമെന്ന് പറയുന്നു. ഈ ശൈലജ ടീച്ചർക്ക് ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് കേട്ടോ. ഈ കടത്തനാടൻ മണ്ണിലേക്ക് ഒരു ഉണ്ണിയാർച്ചയായി ശൈലജ ടീച്ചർ വരാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തവണ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസും അരിയിൽ ഷുക്കൂറിന്റെ വധക്കേസും ഒക്കെ വലിയ തോതിൽ പി ജയരാജനെതിരായിരുന്നു. പ്രത്യേകിച്ച് അരിയിൽ ഷുക്കൂർ വധക്കേസ് പി ജയരാജന് എതിരെ മുസ്ലിം സമുദായത്തിൽ വലിയ ഒരു ഇളക്കമുണ്ടാക്കിയ ഒരു കേസാണ്. അതുപോലത്തെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് വടകരയുടെ സ്ത്രീ മനസ്സുകളിൽ വലിയ ഇളക്കമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും ശൈലജ ടീച്ചർക്ക് എതിരല്ല. കാരണം ഇതൊരു പിണറായി ഫാക്ടറാണ്. പിണറായി വിജയനെതിരാണ് ഈ രണ്ട് ഫാക്ടറും, അല്ലെങ്കിൽ പി ജയരാജനെതിരാണ്. ആന്റി പിണറായി മൂഡിലാണ് ഇപ്പോൾ ശൈലജ ടീച്ചറെ പാർട്ടിക്ക് പുറത്തും ആളുകൾ കാണുന്നത്. അതുകൊണ്ട് പിണറായിക്കെതിരായിട്ടുള്ള ഒരു ജനവികാരം സ്വാഭാവികമായിട്ടും ബാധിക്കാത്തൊരു നേതാവാണ് ശൈലജ ടീച്ചർ. അതുപോലെ തന്നെ ശൈലജ ടീച്ചർക്ക് ഇപ്പോൾ ഒരു വിക്ടിം മുഖമുണ്ട്, പാർട്ടിയിൽ ഒതുക്കപ്പെട്ടൊരു നേതാവ് എന്നൊരു മുഖമുണ്ട്. അപ്പോൾ അവരെ ഉയർത്തിക്കൊണ്ടുവരണം എന്നൊരു ജനസാമാന്യത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. അത് ശൈലജ ടീച്ചർക്ക് അനുകൂലമാകും. അതുപോലെ തന്നെ ഈഴവ വോട്ടുകൾ, വടക്കൻ കേരളത്തിൽ CPM-ന്റെ ഏറ്റവും ബേസ് വോട്ട് എന്ന് പറയുന്ന ഈഴവ വോട്ടുകളാണ്. ഏറ്റവും കൂടുതൽ ഈഴവ വോട്ടുകളുള്ള, രാഷ്ട്രീയം പറയുന്ന ഈഴവ വോട്ടുകളുള്ള മണ്ഡലമാണ് വടകര. അത് എങ്ങനെയാണെങ്കിലും CPM-ന് അനുകൂലമായി വരാൻ സാധ്യതയുള്ള വോട്ടുകളാണ്. അതുപോലെ മുസ്ലിം വോട്ടുകൾ, ഈ പറഞ്ഞ പോലെ ലീഗിന് ഒരു 3-ാം സീറ്റ് കൊടുക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ലീഗ് അണികൾക്കിടയിൽ പോലും UDF-നോടൊരു എതിർപ്പുണ്ടാവും, കോൺഗ്രസിന് ഒരു പണി കൊടുക്കണമെന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് പ്രതിഫലിക്കാൻ പോകുന്നത് ശൈലജ ടീച്ചർക്ക് അനുകൂലമായിട്ടായിരിക്കും. അതുപോലെ ശൈലജ ടീച്ചർക്ക് എതിരായി വരാൻ സാധ്യതയുള്ള ഒരു വോട്ട് എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകൾ തന്നെയാണ്. അതിൽ തന്നെ ഒരു സ്ത്രീ എന്ന രീതിയിൽ തന്നെ സ്ത്രീകൾ മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും സമസ്തയൊന്നും അതിനോട് അനുകൂലമായി നിൽക്കുന്ന സംഘടനയല്ല. അത് മാത്രമായിരിക്കും കെ മുരളീധരൻ അനുകൂലമായിട്ട് മാറുക. പിന്നെ കെ മുരളീധരൻ്റെ ഒരു പ്രതിച്ഛായയുണ്ട്, അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പൊതുബോധമുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ കൂടി ശൈലജ ടീച്ചർക്ക് അനുകൂലമായി ഇത്തവണ വടകര ചിന്തിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. എന്നാൽ കെ മുരളീധരൻ ശക്തനായ ഒരു ഫൈറ്റർ കൂടിയാണ്. ഈ പറയുന്ന ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസൊക്കെ നിലനിൽക്കുമ്പോഴും അതൊന്നും ശൈലജ ടീച്ചറെ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ അരിയിൽ ഷുക്കൂർ വധക്കേസും ബാധിക്കാൻ സാധ്യതയില്ല. പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, പിണറായി വിരുദ്ധ വോട്ടുകൾ ശൈലജയ്ക്ക് വന്നു. ഇതിനകത്ത് ഇപ്പം ഈ പറയുന്ന നേരത്തെ വടകര മണ്ഡലത്തിൽ A.K. പ്രേമജവും സതീദേവിയും ഒക്കെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അപ്പം സ്ത്രീകളോടൊരു നെഗറ്റീവായ മനോഭാവമുള്ള മണ്ഡലമാണ് വടകര എന്ന് കരുതാൻ കഴിയില്ല. അതുപോലെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ശൈലജ ടീച്ചർക്ക് അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥലവുമാണ്. മാത്രമല്ല ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കെ മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുന്ന കാലഘട്ടത്തിൽ അത്തരം ആലോചനകൾ നടന്നു തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ ഇപ്രാവശ്യം മത്സരത്തിനില്ല, ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നേതാവാണ്. സാധാരണ കെ മുരളീധരൻ ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഒരാളല്ല. വട്ടിയൂർക്കാവ് തിരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരിക, വട്ടിയൂർക്കാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലം, അവിടെ മത്സരിക്കുക, അവിടെ MLA ആയിരിക്കുക എന്നൊക്കെയുള്ളതാണ് കെ മുരളീധരൻ്റെ ഒരു ലക്ഷ്യമെന്ന് തോന്നുന്നു. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഒരു സാധ്യത കാണുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജയിച്ചു വന്നാൽ മന്ത്രിയുമൊക്കെയാണല്ലോ മുരളീധരൻ, അതിനുള്ള സാധ്യതയുള്ള നേതാവുമാണ്. അപ്പോൾ കെ മുരളീധരൻ എന്തായാലും ഈ മത്സരത്തിനില്ല എന്ന് പറഞ്ഞത് അതുമൊക്കെ ഒരു ഘടകമായി മാറും ഈ പറയുന്ന വടകരയിൽ. അപ്പം കാറ്റ് എന്തായാലും കെ മുരളീധരന് തൽക്കാലം നമ്മുടെ സർവേ പ്രകാരം അനുകൂലമല്ല. ഒരു കാര്യം ഓർക്കണം, 1%. അതെ, 1% വ്യത്യാസമാണ് അപ്പോഴും നിൽക്കുന്നത്. ടി.പി. കേസിൽ ഹൈക്കോടതി വിധി വന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ്. സർവേ നടക്കുമ്പോൾ ആ വിധി ഉണ്ടായിരുന്നില്ല.